ഹായ് എവ്രി വൺ. FYUGP MDC മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫണ്ടമെൻറ്റൽസ് ഓഫ് അരിത്തമെറ്റിക് ആണ് നമ്മളുടെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 1-ൽ വരുന്ന ടോപ്പിക്സ് ആണ് നമ്പർ സിസ്റ്റം, നമ്പർ സീരീസ്, സിമ്പിൾ ആൻഡ് ഡെസിമൽ ഫ്രാക്ഷൻസ്, HCF ആൻഡ് LCM, സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്. എല്ലാ ടോപ്പിക്സും ഫെമിലിയർ ആണല്ലേ? എന്തായാലും നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം. ദർ ആർ മെനി ടൈപ്സ് ഓഫ് നമ്പേഴ്സ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, എക്സെട്ര. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദേ ആർ കൗണ്ടിങ് നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4 എക്സെട്ര. അപ്പോൾ വോൾ നമ്പർ എന്തായിരിക്കും? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ സീറോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വോൾ നമ്പേഴ്സ്. അടുത്തതാണ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾ നമ്പേഴ്സിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ -2, -1, 0, 1, 2 അങ്ങനെ നെഗറ്റീവ് വാല്യൂസും സീറോസും പോസിറ്റീവ് വാല്യൂസും എല്ലാം കൂടി വരുന്നതിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈവൻ നമ്പറും ഓഡ് നമ്പറും പിന്നെ എല്ലാവർക്കും അറിയാം അല്ലേ? ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ഈവൻ നമ്പറും പിന്നെ നോട്ട് ഡിവിസിബിൾ ബൈ 2 ആണെങ്കിൽ ഓഡ് നമ്പറും ആയിരിക്കും. ഇനി prime numbers, it is exactly divisible by 1 and itself. For example 2, 3, 5 etc. അപ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്തായിരിക്കും? നോൺ പ്രൈം നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. അതായത് ദേ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ അപ്പാർട്ട് ഫ്രം 1 ആൻഡ് ഇറ്റ് സെൽഫ്. 1ഉം ആ നമ്പറും അല്ലാതെ ഏതെങ്കിലും ഒരു ഫാക്ടറെങ്കിലും ഉണ്ടാകുന്ന നമ്പേഴ്സിനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 4, 6, 8 എക്സെട്ര. ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1 ഈസ് നെയ്തർ എ പ്രൈം നോർ എ കോമ്പോസിറ്റ് നമ്പർ. 1 എന്ന് പറയുന്നത് പ്രൈം നമ്പറും അല്ല കോമ്പോസിറ്റ് നമ്പറും അല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു ചെക്ക് എ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. അതായത് ഒരു നമ്പർ അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എക്സാമ്പിളിലേക്ക് നോക്കുക. P ഈസ് ഈക്വൽ ടു 193 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂട്ട് P കാണണം. അതായത് റൂട്ട് 193 വിച്ച് ഈസ് ഈക്വൽ ടു 13.89 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് X ഈസ് ഈക്വൽ ടു 14. അതായത് തൊട്ടടുത്ത പ്രൈം നമ്പർ 13.89 ആണല്ലേ നമുക്ക് കിട്ടിയത്. അതിൻ്റെ തൊട്ടടുത്ത പ്രൈം നമ്പർ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്തു? 14 എന്ന് ചൂസ് ചെയ്തു. ദ പ്രൈം നമ്പർ ലെസ് ദാൻ 14, അതൊരു മിസ്റ്റേക്കാണ്. അവിടെ പ്രൈം നമ്പർ ലെസ് ദാൻ 14 എന്നാണ്. അപ്പോൾ ഏതൊക്കെ വരും? 2, 3 അപ് ടു 13 വരെ വരും അല്ലേ? ഇനി ഈ കിട്ടിയ പ്രൈം നമ്പേഴ്സ് 193 ആയിട്ട് ഡിവിസിബിൾ അല്ലെങ്കിൽ അതാണ് എന്ത്? പ്രൈം നമ്പർ. അടുത്തതാണ് ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂം. സിമ്പിളാണ്. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ. അതായത് ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ കാണും അല്ലേ? അതുപോലെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. എന്നാലോ ഒരു ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അതിരിക്കുന്ന പ്ലേസ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട് 72843016. ഇതിൻ്റെ ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂം കാണാൻ പറഞ്ഞാൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. ഇനി പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1th പ്ലേസിലാണ് 6 ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ 1 × 6. ഇനി 1 എന്ന് പറയുന്നത് 10th പ്ലേസിലാണല്ലേ? അപ്പോൾ 1 × 10 = 10. അങ്ങനെയാണ് പ്ലേസ് വാല്യൂ കാണുന്നത്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് സെക്ഷൻ. താങ്ക് യു.